വോയിസ് ഓവറിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റിന് ഇന്ന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു. കമൻറ്റ് എങ്ങനെയാണ്: ഹൗ ടു ബിക്കം എ വോയിസ് ഓവർ ആർട്ടിസ്റ്റ്. എങ്ങനെ ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആവാം? കുറേ അധികം ആളുകളുടെ ഉള്ളിലുള്ളൊരു ചോദ്യമായതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, നല്ല ശബ്ദം ഉണ്ടായിരിക്കുക എന്നതല്ല ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതിനേക്കാൾ അപ്പുറം പ്രാക്ടീസിലൂടെ നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശബ്ദത്തെ പ്രൊഫഷണലാക്കി മാറ്റുകയാണ് വോയിസ് ഓവർ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ വോയിസ് ആക്ടേഴ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രൊഫഷണൽ ശബ്ദം? അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റിനെ അതിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ പറ്റുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതെങ്ങനെ നമുക്ക് പറ്റും? ആദ്യം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന പരസ്യങ്ങൾ, സിനിമാ ഡയലോഗുകളൊക്കെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് സ്വന്തം ശൈലിയിൽ അതൊന്ന് പറഞ്ഞു നോക്കുക. ഇത് റെക്കോർഡ് ചെയ്യുക. വീണ്ടും അടുത്ത ദിവസം റെക്കോർഡ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അടുത്ത റെക്കോർഡിങ്ങിൽ ഇംപ്രൂവ് ചെയ്യുക. ഇങ്ങനെ ഡെയിലി പ്രാക്ടീസിലൂടെ തന്നെ നമ്മുടെ ശബ്ദത്തെ വേണ്ട വിധത്തിൽ മോഡുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശബ്ദത്തിൻ്റെ പോരായ്മകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ തന്നെ കേൾക്കുമ്പോൾ മാത്രമേ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. പിന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത ശബ്ദം വേറെ ആർക്കെങ്കിലും കേൾപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ആളായിരിക്കാം. അവരെ കേൾപ്പിച്ചു കൊടുക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും റെക്കോർഡ് ചെയ്യുക. വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആകാൻ ആദ്യം വേണ്ടത് പ്രാക്ടീസ് തന്നെയാണ്. നമ്മുടെ ശബ്ദത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി വോയിസ് ഓവർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് സീരിയസ് ആയി വോയിസ് ഓവറിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ DM ചെയ്തോളൂ. ഐ വിൽ ഹെൽപ്പ് യു.